അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്, ഒരാൾ പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പുറത്തു പോകാൻ ചാൻസ് ഉള്ളത്, കാരണം എൻ്റെ ഒരു ഒരു ചാൻസ്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്നത്, അല്ലാതെ എനിക്കറിയത്തില്ല ആരാ പുറത്തു പോകുന്നതെന്ന്. ഇപ്പം നിലവിൽ വെച്ച് നോക്കുവാണെങ്കിൽ ആ, നെവിന് നല്ല വോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലാസ്റ്റ് വീക്കൊക്കെ നെവിൻ്റെ പ്രകടനമൊക്കെ അത്രയ്ക്ക് നല്ല പ്രകടനമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെവിന് നല്ലൊരു മത്സരാർത്ഥിയുടെ ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നെവിൻ പോകാൻ ചാൻസ് ഇല്ല. പിന്നെ നെവിന് അത്യാവശ്യം കമ്മ്യൂണിറ്റിയുടെയൊക്കെ വോട്ട് കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അക്ബറും പോകാൻ ചാൻസ് ഇല്ല. കാരണം അക്ബറിൻ്റെ PR ഓൾറെഡി ഹിന്ദി നാട്ടിലൊക്കെ പോയി ഹിന്ദി ബിഗ് ബോസിൽ നിന്നൊക്കെ വോട്ട് മറിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അക്ബറിൻ്റെ PRനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ചിന്ത അബ്ദുൽ സമദ് എന്നാണ് പേര്. പുള്ളിയെ അറിയാത്തവർ ഞാൻ ഇവിടെ ഫോട്ടോ വയ്ക്കാം. അപ്പോൾ പുള്ളിയാണ് അക്ബറിൻ്റെ PR, അക്ബറിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ആൾ. പിന്നെ അപ്പോൾ അക്ബറും പോകാൻ ചാൻസ് ഇല്ല ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനകത്ത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു പോകത്തില്ല, അത് നമുക്കറിയാവുന്നതാണ്. അനീഷും പോകത്തില്ല. ഷാനവാസും പോകത്തില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ആദില നൂറ. അപ്പം ഇവർ രണ്ടിലും ആരെങ്കിലും പോവും എന്നാണ് എനിക്കൊരു തോന്നൽ. കാരണം നമ്മൾ ഈ പോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക കമ്മ്യൂണിറ്റി പോളിനകത്തും ഇവർക്കാണ് വോട്ട് കുറവ്. കാരണം ഇവർ മുമ്പേ പോകേണ്ട ആൾക്കാരാണ്. ഈ അനുവിനെയും അതുപോലെ ഷാനവാസിനെയും താങ്ങി നിന്നുകൊണ്ട് മാത്രമാണ്, ഇവരെ സപ്പോർട്ടിൽ മാത്രമാണ്, ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ആദില നൂറൊക്കെ അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവരൊക്കെ എന്നേ പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടിൽ ആരെങ്കിലും പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളത് എടുത്തു നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഷാനവാസിനായിക്കോട്ടെ, അതുപോലെ അനീഷിനായിക്കോട്ടെ, അനുവിനായിക്കോട്ടെ, നെവിനായിക്കോട്ടെ, ഇവർക്കൊക്കെ അത്യാവശ്യം സപ്പോർട്ടുണ്ട്, വോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി പോൾ ചെക്ക് ചെയ്യാൻ നേരത്തും മറ്റുള്ള ഈ ആദില നൂറയൊക്കെ കാലം കുറച്ചുകൂടെ മുന്നേ നിൽക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈ നെവിനും അക്ബറും അതുപോലെ ഷാനവാസൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവർ പോകാൻ ചാൻസ് ഇല്ല. ഇവർ രണ്ടിൽ ആരെങ്കിലും പോകാനാണ് ചാൻസ്. പിന്നെ അക്ബർ ഖാൻ്റെ, ഞാൻ അപ്പാനിയുടെ ഒരു വൈഫിൻ്റെ ഒരു പോസ്റ്റ് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാനിയുടെ വൈഫിനെ വിളിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ ഫാൻസുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോശവാക്കുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് ചീത്ത വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയുടെ വൈഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്തത് നമ്മൾ അക്ബറിൻ്റെ വൈഫും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു, ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ PR ആണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി പറയുന്നൊന്ന് കേട്ടു നോക്കാം. എനിക്ക് വളരെ മോശമായിട്ട് കമൻസ് മെസ്സേജസ് ഫ്രോം ദ PR ടീം. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അക്ബറിൽ കൂടി ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സെയിങ് ഹിയർ. ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു, ബിക്കോസ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം PR സ്ട്രാറ്റജിയാണ്. ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല. ഇതിപ്പോൾ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്സ്, അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇത് സീസൺ 1 തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. എല്ലാ ആൾക്കാരും നേരിടുന്നുണ്ട്. ഈ വീഡിയോ ഇടുന്ന ഞാൻ ഉൾപ്പെടെ, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇതിന് ഈ പറഞ്ഞിട്ടുള്ള സൈബർ അറ്റാക്കിന് ഇവരെല്ലാം നേരിടുന്ന ഇരയാണ് അല്ലേ. സൈബർ അറ്റാക്ക് എല്ലാ ആൾക്കാരും നേരിടുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവർ നേരിടുന്നുണ്ട്, അതുപോലെ വീഡിയോ ഇടുന്നവരും നേരിടുന്നുണ്ട്, കമൻ്റ് ഇടുന്നവർ നേരിടുന്നുണ്ട്, എല്ലാ ആൾക്കാരും നേരിടുന്നുണ്ട്. അപ്പം ഇത് പുതുമയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇപ്പം അത് ആര് ചെയ്താലും അത് മോശം ആണെന്നേ പറയാൻ പറ്റൂ. കാരണം ഈ പറഞ്ഞിട്ടുള്ള അവരെ വൈഫിനെ വിളിച്ചിട്ടും വീട്ടുകാരെ വിളിച്ചിട്ടും ഫാമിലിയെ ഉമ്മായും സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതും അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, അതിനോട് എനിക്ക് താല്പര്യമില്ല. അത് മോശം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് അക്ബറിൻ്റെ വൈഫ് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരെ PR ആണെന്ന് എനിക്കറിയാം, ഇതിൻ്റെ പുറകിലൊക്കെ ആരാന്നറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. ഇവരെല്ലാം വിചാരിക്കുന്ന അനുവിൻ്റെ ആൾക്കാരാണ്.
അനുവിൻ്റെ PR ആണ്, അല്ലെങ്കിൽ അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അനുവിൻ്റെ ആർമിക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നതാണ്. ഒരിക്കലും അങ്ങനെ അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന് കാരണം എനിക്ക് വിശ്വാസമില്ല. കാരണം അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുവോടെ? ഇത് പിന്നെ അക്ബറിന് PR ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. അക്ബറിന് നല്ല രീതിയിൽ PR ഉണ്ട്. അക്ബറിൻ്റെ ടീം PR ഏറ്റെടുത്തേക്കുന്ന ആൾക്കാർ, അക്ബറിൻ്റെ ആർമിക്കാർ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പം ഇവിടെ അനുവിൻ്റെ PR ആണ് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇപ്പം അപ്പാനി രംഗത്ത് വന്നു. അപ്പം ആരെങ്കിലും വിളിച്ചിട്ട് പറയാം ഞാൻ അനുവിൻ്റെ PR ആണ്, ഞാൻ അനീഷിൻ്റെ PR ആണ്, നിങ്ങളിനി അയാൾക്കെതിരെ ഇതിടല് നമ്മൾ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് വേണ്ടേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ വിളിച്ച് സംസാരിക്കാം അല്ലേ? ഞാൻ ഇന്ന ആളെ PR ആണെന്ന് പറഞ്ഞിട്ട്. അത് ഡീഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അത് തെളിവ് കാണിക്കട്ടെ. തെളിവ് കാണിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇവർ പറയുന്നു അത് അത്ര മോശമായിട്ടുള്ള വാക്കുകളാണ്, അത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നൊക്കെ അല്ലേ പറയുന്നത്. കാണിക്കുക, തെളിവ് കാണിക്കുക. തെളിവ് കാണിക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചെയ്തോളൂ. ഇപ്പം തന്നെ അപ്പാനിയുടെ വൈഫ് രംഗത്ത് വന്ന സമയത്ത്, ഈ ഒരു പരാതിയുമായിട്ട് വന്ന സമയത്ത്, അത് അനുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുവിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യല് മോശമാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വേണമെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾക്ക് അതിൻ്റെ പുറകെ പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ പിറവിലൊന്നും ആരും പോകത്തില്ല. ആരടി പോകുന്നത്? കാരണം ഈ സൈബർ അറ്റാക്ക് ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. ഒന്നാമത്തെ കാര്യം ആദ്യം മനസ്സിലാക്കും. ഇതിനകത്ത് ഈ ഒരു ബിഗ് ബോസ് എന്നൊരു ഷോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതൊക്കെ ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഷോയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ നെഗറ്റീവ് ആവും, ചിലപ്പോൾ ഞാൻ പോസിറ്റീവ് ആവും, ചിലപ്പം നാട്ടുകാരെടുത്തിട്ട് ഉടുക്കും, എന്നെ ഏറി കയറ്റും എന്നൊക്കെ ഉള്ളൊരു ധാരണ വേണമായിരുന്നു. ഈ ഒരു ഷോയിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇതൊക്കെ മുമ്പ് കൂട്ടി ചിന്തിച്ചിട്ടാണ്. അല്ലാതെ ഈ ഒരു ഷോയിൽ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാർ ഇതൊന്നും ചിന്തിക്കാതെ പോകത്തില്ലല്ലോ. എല്ലാ ആൾക്കാർക്കും അറിയാം ബിഗ് ബോസിനെ പറ്റിയിട്ട് അരച്ച് കലക്കി കുടിച്ച് വെച്ചേക്കുന്നത്. ഇവർക്കൊന്നും ഇത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ആൾക്കാർക്കും അറിയാം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ചിലപ്പം അതിനകത്ത് കയറി ചെന്നിട്ട് പോസിറ്റീവായിട്ടായിരിക്കും ഇവിടുന്ന് കയറി ചെല്ലുന്നത്. ചിലപ്പോൾ ഇറങ്ങി വരുന്നത് തലയിൽ കൂടെ മുണ്ടിട്ട് വരേണ്ട അവസ്ഥയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ പോസിറ്റീവായിട്ടും വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അഖിൽ മാരാർ കട്ട നെഗറ്റീവായിട്ട് കയറി പോയിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങി വന്ന വ്യക്തിയാണ് മാരാർ അല്ലേ. അപ്പം ഈ ഒരു ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ കയറി പോയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഇതൊക്കെ ഉള്ളതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. അത് മോശമാണ്. അങ്ങനെ പെണ്ണുങ്ങളെ അക്കൗണ്ടിലൊക്കെ പോയിട്ട് ഇൻബോക്സിനകത്തൊക്കെ പോയിട്ട് ചീത്ത വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, അതൊക്കെ മോശം തന്നെയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതും കൂടെ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യുക.